ആദ്യകാല കമ്പ്യൂട്ടറുകളുടെ കണ്ടുപിടുത്തത്തിൽ പ്രധാന പങ്കുവഹിച്ച രാജ്യമാണ് നിങ്ങൾക്കറിയേണ്ടത്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ താഴെ കൊടുക്കുന്നു. 1. യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ട്. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചാൾസ് ബാബേജ് ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന ആശയം ആധുനിക കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് രൂപം നൽകി. കൂടാതെ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ കോഡുകൾ തകർക്കാനുപയോഗിച്ച കൊളോസസ് എന്ന ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുകൾ വികസിപ്പിച്ചതും ബ്രിട്ടനാണ്. ഇതിൽ പ്രധാന പങ്കുവഹിച്ചത് അലൻ ട്യൂറിംഗ് ആയിരുന്നു. 2. ജർമ്മനി. ആദ്യത്തെ പൂർണ്ണ പ്രോഗ്രാമബിൾ ഇലക്ട്രോമെക്കാനിക്കൽ കമ്പ്യൂട്ടറായ Z3 1941 ജർമ്മനിയിലെ കോൺറാഡ് സ്യൂസ് ആണ് നിർമ്മിച്ചത്. ഇത് ആധുനിക കമ്പ്യൂട്ടറിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. 3. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക USA. ആദ്യത്തെ പൂർണ്ണ ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറായ ENIAC ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻറ്റിഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ 1946 അമേരിക്കയിലാണ് നിർമ്മിക്കപ്പെട്ടത്. ജോൺ മൗക്ലിയും പ്രെസ്പർ എക്കേർട്ടുമായിരുന്നു ഇതിന്റെ പ്രധാന ശില്പികൾ. ഇങ്ങനെ ആദ്യകാല കമ്പ്യൂട്ടറുകളുടെ ചരിത്രത്തിൽ ഈ 3 രാജ്യങ്ങൾക്കും നിർണായകമായ പങ്കുണ്ട്. ഓരോ രാജ്യവും വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകളിലൂടെ കമ്പ്യൂട്ടർ വികസനത്തിന് സംഭാവന നൽകി. ആദ്യകാല കമ്പ്യൂട്ടറുകൾ ഇന്നത്തെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അവയുടെ പ്രധാന സവിശേഷതകൾ താഴെ കൊടുക്കുന്നു. വലിപ്പം. ആദ്യകാല കമ്പ്യൂട്ടറുകൾക്ക് ഒരു മുറിയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് 1940കളിലെ ENIAC ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻറ്റിഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്ന കമ്പ്യൂട്ടറിന് 50 ടണ്ണിലധികം ഭാരവും 1800 ചതുരശ്ര അടി വിസ്തീർണവുമുണ്ടായിരുന്നു. പ്രവർത്തന രീതി. ഇവയെല്ലാം പ്രധാനമായും വലിയ വാക്വം യൂട്യൂബുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ യൂട്യൂബുകൾ വലിയ തോതിൽ ചൂട് പുറത്തുവിടുകയും പെട്ടെന്ന് കേടുവരികയും ചെയ്തിരുന്നു. അതുകൊണ്ടുതന്നെ ഈ കമ്പ്യൂട്ടറുകൾക്ക് പ്രവർത്തിക്കാൻ ധാരാളം വൈദ്യുതി ആവശ്യമായിരുന്നു. പ്രധാന ഉപയോഗങ്ങൾ. ആദ്യകാല കമ്പ്യൂട്ടറുകൾ പ്രധാനമായും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. യുദ്ധസമയത്തെ മിസൈൽ പാതകൾ കണക്കാക്കുന്നതിനും രഹസ്യ കോഡുകൾ മനസ്സിലാക്കുന്നതിനും ഇവ സഹായിച്ചിട്ടുണ്ട്. വേഗത. ആദ്യകാല കമ്പ്യൂട്ടറുകൾക്ക് ഇന്നത്തെ കമ്പ്യൂട്ടറുകളുടെ അത്രയും വേഗതയുണ്ടായിരുന്നില്ല. ഒരു ചെറിയ കണക്കുകൂട്ടൽ ചെയ്യാൻ പോലും മണിക്കൂറുകളോ ദിവസങ്ങളോ വേണ്ടിവന്നിരുന്നു. ഇന്നത്തെ കമ്പ്യൂട്ടറുകൾ വളരെ ചെറുതും വേഗതയേറിയതും ഊർജ്ജം കുറഞ്ഞതുമാണ്. കമ്പ്യൂട്ടറുകളുടെ വികാസം സാങ്കേതികവിദ്യയുടെ വലിയൊരു മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത്. എന്റെ മുൻ മറുപടിയിൽ ഞാൻ 27 ടൺ എന്ന് പറഞ്ഞത് വിവിധ ഉറവിടങ്ങളിൽ കാണുന്ന ഒരു കണക്കാണ്. എന്നാൽ ENIACന് ഏകദേശം 27 മുതൽ 30 ടൺ വരെ ഭാരമുണ്ടായിരുന്നുവെന്നാണ് പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കണക്ക്. ചില ഗവേഷണങ്ങളിലും പുസ്തകങ്ങളിലും 50 ടണ്ണിലധികം ഭാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കമ്പ്യൂട്ടറിന്റെ പ്രധാന ഭാഗങ്ങൾ കൂടാതെ അതിന്റെ വൈദ്യുതി സംവിധാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും കണക്കിലെടുക്കുമ്പോൾ മൊത്തം ഭാരം ഇതിലും കൂടുതലാകാൻ സാധ്യതയുണ്ട്.